ഇസ്രായേലിന് ലഭിക്കുന്ന തിരിച്ചടി വിദേശ മാധ്യമങ്ങൾ വാർത്തയാക്കാറില്ല. എന്നാൽ ഇസ്രായേലിന്റെ തിരിച്ചടി, ഇസ്രായേലിന്റെ ആക്രമണം, ആ ആക്രമണത്തിന്റെ വിജയം ഒക്കെ വിദേശ മാധ്യമങ്ങൾ വാർത്തയാക്കും. അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസ് ഓഫ് ഇന്ത്യയും മാത്രമാണ്, അങ്ങനെയുള്ള ചുരുക്കം ചില പത്രങ്ങൾ മാത്രമാണ് ഇസ്രായേലിന് ലഭിക്കുന്ന തിരിച്ചടികളെ പറ്റിയുള്ള വാർത്തകൾ പുറത്തുവിടുന്നത്. ഇപ്പോൾ അൽ ജസീറയും ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും പുറത്തുവിട്ട ഒരു വാർത്ത വളരെ ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ താടും തകർത്ത് ഹൂതികൾ വിളയാടിയിരിക്കുന്നു ഇസ്രായേൽ. ഇന്നലെ ഹൂതികളുടെ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു. തങ്ങളുടെ മിസൈലുകൾ ലക്ഷ്യം കണ്ടതായി ഹൂതികൾ അവകാശപ്പെട്ടു. മിസൈലുകൾ തങ്ങളുടെ നഗരത്തിൽ പതിച്ചതായി ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ എത്രയെന്ന് വ്യക്തമല്ല, അത് വരും മണിക്കൂറുകൾക്കുള്ളിൽ വ്യക്തമാകും. താടിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വലിയൊരു സംഭവം. അയൺഡോമിന് പകരം ഇസ്രായേലിന് താഡ് എന്ന അത്യന്താധുനിക വ്യോമ പ്രതിരോധ സംവിധാനം നൽകി അമേരിക്ക. പക്ഷേ താഡ് ഒന്നും ആവാതെ പോയി. താഡ് തകർന്ന് തരിപ്പണമായി. മാത്രമല്ല, ഇപ്പോൾ ഹുതികൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. എത്ര നൂതനമായ പ്രതിരോധ സംവിധാനമാണെങ്കിലും ഞങ്ങളുടെ മിസൈലുകളെ തടയാൻ കഴിയില്ല. ഹുതി വക്താവ് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവത്തിൽ 20ഓളം ജനങ്ങൾക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. മരണം, മറ്റ് നാശനഷ്ടങ്ങൾ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ തങ്ങളുടെ ലക്ഷ്യം പുറത്തു കണ്ടതിന്റെ വീഡിയോകൾ ഹൂതികൾ പുറത്തുവിട്ടു. ഇതോടുകൂടി ഹൂതികൾ ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണത്തിന് മൂർച്ച കൂട്ടിയിരിക്കുകയാണ്. ഹൂതികൾ ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ഇസ്രായേൽ ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഹൂതികളെ നിലയ്ക്ക് നിർത്താൻ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി യമനിൽ ആക്രമണം നടത്തിയെങ്കിലും ഓരോ വീഴ്ചയിൽ നിന്നും അവർ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ മാരകമാണ്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ. ആ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹൂതികൾ ഇപ്പോൾ ഇസ്രായേലിൽ വേട്ട തുടരുന്നത്. ഇസ്രായേലാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാത്ത വലിയൊരു അസന്നിഗ്ധ അവസ്ഥയിൽ ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകുന്ന അമേരിക്ക, ആ അമേരിക്കയുടെ താഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന വാർത്ത വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. ഹൂതികൾ അത്യന്താധുനിക ആയുധങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയും ഇസ്രായേലിനെ പേടിപ്പെടുത്തുന്നു. ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ അതിമാരകമായ മിസൈലുകളാണ്. താടിനെ പോലും തകർത്ത് തരിപ്പണമാക്കാനുള്ള മിസൈലുകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് ഹൂതികൾ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി അമേരിക്കയും ഇസ്രായേലും ആകെ മൊത്തം ആശങ്കയിലാണ്. ഹൂതികൾ വേട്ടയാടി വിളയാടി ഇസ്രായേലിൽ തിമിർക്കുന്നു.